ഹിന്ദു പുരാണങ്ങൾ പറയുന്നത് പ്രകാരം ചതുർയുഗങ്ങൾ ഉണ്ടാകുന്നു. അവ യഥാക്രമം സത്യയുഗം, ത്രേതായുഗം, ദ്വാപരയുഗം, കലിയുഗം എന്നിങ്ങനെയാകുന്നു. കലിയുഗത്തിനെ അപേക്ഷിച്ച് ദ്വാപരയുഗത്തിലുള്ള ജീവജാലങ്ങളുടെ ആയുസ് വളരെ കൂടുതലായിരുന്നു. അതുപോലെ തന്നെ ദ്വാപരയുഗത്തിനെ അപേക്ഷിച്ച് ത്രേതായുഗത്തിലെ ജീവനുകളുടെ ആയുസ്സും വളരെ വലുതായിരുന്നു. അതുപോലെ തന്നെ ത്രേതായുഗവുമായി താരതമ്യം ചെയ്യുമ്പോൾ സത്യയുഗത്തിലെ ആളുകളുടെ അല്ലെങ്കിൽ ജീവനുകളുടെ ആയുസ്സും വളരെ ദീർഘമുള്ളത് ആയിരുന്നു. കൂടാതെ ആളുകളുടെ ഉയരത്തിലും കലിയുഗ മനുഷ്യരെയായി താരതമ്യം ചെയ്യുമ്പോൾ അസാമാന്യം വലിപ്പമുള്ള മനുഷ്യരുണ്ടായിരുന്നു ബാക്കിയുള്ള യുഗങ്ങളിലെന്ന് പറയപ്പെടുന്നു. കൂടാതെ അന്നുള്ള ജീവനുകളുടെ ദീർഘകാല ജീവിതത്തിന് അധികം പങ്ക് വഹിക്കുന്ന ഘടകങ്ങളായിരുന്നു അവരുടെ ഭക്ഷണ രീതികളും പരിസ്ഥിതിയും പ്രകൃതിയും ജീവിത രീതികളും ആയുർവേദ ചികിത്സാ രീതികളും എല്ലാം തന്നെ. കൂടാതെയുള്ള അവരുടെ ദിവ്യത്വവും. രാമായണം എന്ന മഹാ ഇതിഹാസ കാവ്യമാകുന്ന ആദികാവ്യത്തിൽ പരാമർശിക്കപ്പെടുന്ന വ്യക്തികളുടെ അവരുടെ ജീവിതത്തിൽ സംഭവിച്ച ചില സംഭവ വികാസങ്ങളുടെ കാലങ്ങളിൽ അവർക്ക് ഉള്ളതുമാകുന്ന പ്രായം, ആ സംഭവങ്ങളും രാമായണത്തിൽ പരാമർശിക്കുന്നതുമായ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ കണക്ക് കൂട്ടി ആ വ്യക്തികളുടെ പ്രായത്തിൻ്റെ ഏകദേശ കണക്കുകൾ നോക്കിക്കാണാം. കാലങ്ങളോളം പുത്രസൗഭാഗ്യം ഇല്ലാതിരുന്ന അയോധ്യാപതിയാകുന്നു ദശരഥ മഹാരാജൻ. അദ്ദേഹത്തിൻ്റെ 3 പത്നിമാർ അതിനാൽ തന്നെ ഏറെ ദുഃഖിതരും ആയിരുന്നു. എന്നാൽ കൗസല്യ എന്ന തൻ്റെ പട്ടമഹർഷിയിൽ പിറവി കൊണ്ട ഒരു പെൺസന്താനത്തെ അദ്ദേഹം ദാനമായി അംഗദേശരാജന് നൽകി. എന്നാൽ തനിക്ക് ശേഷക്രിയ ചെയ്യാൻ ഒരു പുത്രനെങ്കിലും പിറവി കൊള്ളേണ്ടത് അത്യന്താപേക്ഷിതമാകുന്നു എന്ന് നനച്ചുകൊണ്ട് ദശരഥൻ സന്താനലബ്ധിക്കായി പുത്രകാമേഷ്ടിയാഗം നടത്തി. അതുപ്രകാരം തൻ്റെ പ്രഥമ പത്നിയാകുന്ന കൗസല്യാദേവിക്ക് ഒരാൺകുഞ്ഞും രണ്ടാമത്തെ പത്നിയാകുന്ന കൈകേയിക്ക് ഒരു പുത്രനും ഇളയ പത്നിയാകുന്ന സുമിത്രയ്ക്ക് ഇരട്ട സന്താനങ്ങളും പിറവി കൊണ്ടു. അതും പുത്രന്മാരായിരുന്നു. ആ സന്തതികൾ യഥാക്രമം കൗസല്യനന്ദനായി ശ്രീരാമചന്ദ്രനും കൈകേയിനന്ദനായി ഭരതനും സൗമിത്രികളായി ലക്ഷ്മണകുമാരനും ശത്രുഘ്നകുമാരനും പിറവി കൊണ്ടത്. പുത്രകാമേഷ്ടി യാഗഫലമായി പിറന്ന ആ കുമാരന്മാരുടെ പിറവിയുടെ അടിസ്ഥാനത്തിൽ അവർ തമ്മിൽ എത്ര പ്രായവ്യത്യാസമുണ്ടാകുന്നുവെന്ന് നോക്കിക്കാണാം. ആദ്യം തന്നെ 4 ദാശരഥികളിൽ പ്രഥമ സന്താനമാകുന്ന രാമചന്ദ്രൻ പിറവി കൊള്ളുന്നത് ചൈത്രമാസത്തിൽ, അതായത് ഏപ്രിൽ മെയ് മാസം നവമി തിഥിയിൽ, അതായത് 9-ാം ദിനം പുനർവസു എന്ന് പറഞ്ഞാൽ പുണർദം നാളിൽ ആകുന്നു. ശേഷം ചൈത്രമാസത്തിൽ തന്നെ ദശമതിഥിയിൽ ഭരതനും പിന്നീട് സുമിത്രാനന്ദന്മാരും പിറവി കൊള്ളുന്നത്. അതിനാൽ തന്നെ രാമചന്ദ്രനുമായി സഹോദരങ്ങൾക്ക് ഒരു നാൾ ഇളയതായിരിക്കുന്നു. ഭരതനുമായി സുമിത്രാനന്ദന്മാർ മണിക്കൂറുകളുടെ വ്യത്യാസമേ ഉണ്ടായിരുന്നുള്ളൂ. ദശരഥപുത്രന്മാരുടെ പിറവിയുടെ കാലഘട്ടത്തിൽ പിതാവായ ദശരഥ മഹാരാജന് ഉണ്ടായിരുന്ന പ്രായം രാമായണത്തിൽ തന്നെ വ്യക്തമാക്കുന്നു. അതിൻ്റെ സന്ദർഭം ഇപ്രകാരമാകുന്നു. വിശ്വാമിത്ര മഹാമുനി താടകാവധത്തിനായി രാമലക്ഷ്മണന്മാരെ തന്നോടൊപ്പം അയക്കുവാനുള്ള അഭ്യർത്ഥന ദശരഥന് മുൻപാകെ അർപ്പിച്ചപ്പോൾ തൻ്റെ നീണ്ട നാളത്തെ കാത്തിരിപ്പിനൊടുവിൽ ലഭിച്ച സന്താനങ്ങളാകുന്നു തൻ്റെ പ്രിയപുത്രന്മാർ. അതിനാൽ തന്നെ തൻ്റെ ജീവിതത്തിൻ്റെ അർത്ഥം നിറവേറ്റേണ്ടതും അവർ തന്നെയാകുന്നു. ഇത്രയും കഠിനകരമായ കർമ്മത്തിനായി ഇരുവരെയും അയക്കുവാൻ ദശരഥന് നീരസവും പരിഭ്രാന്തിയും ഉണ്ടായിരുന്നു. തൻ്റെ ജീവിതത്തിൻ്റെ അവസാന നാളുകളിൽ തൻ്റെ മക്കൾ തന്നോടൊപ്പം ഉണ്ടാകണമെന്ന ആഗ്രഹവും പ്രകടിപ്പിക്കുന്നു. ആ സന്ദർഭത്തിൽ വാൽമീകി മഹർഷി വ്യക്തമാക്കുന്ന ദശരഥൻ്റെ പ്രായമാകുന്നു 60,000 എന്നത്. അടുത്തതായി സീതാരാമലക്ഷ്മണ വനവാസം വിധിച്ചപ്പോൾ അവർക്ക് ഏവർക്കുമുള്ള പ്രായം, രാമലക്ഷ്മണന്മാർക്ക് 25 വയസ്സും സീതാദേവിക്ക് 18 വയസ്സും ആയിരുന്നു.
അക്കാലത്ത് ഭാരതം ഉൾപ്പെടെയുള്ള ധരണിയിലെ പലയിടങ്ങളിലും നിലനിന്നിരുന്ന ഒരു സമ്പ്രദായമായിരുന്നു ശൈശവ വിവാഹം എന്നത്. അതിനാൽ തന്നെ ആ കാലത്ത് ആ സമ്പ്രദായത്തിൽ അധിഷ്ഠിതരും ആയിരുന്നു ഏവരും. വനവാസവേളയിൽ സീതാദേവിയെ രാവണൻ തട്ടിക്കൊണ്ടു പോകുകയും തുടർന്ന് സീതാ വീണ്ടെടുപ്പിനായി രാവണനുമായി യുദ്ധം ചെയ്യുകയും രാവണനെ പരാജയപ്പെടുത്തുകയും വധിക്കുകയും ചെയ്തു. ശേഷം സീതാദേവിയെ വീണ്ടെടുക്കുകയും ഉണ്ടായി. രാമരാവണ യുദ്ധകാലത്ത് രാമചന്ദ്രന് 39 വയസ്സുണ്ടായിരുന്നു എന്നത് ഉത്തരകാണ്ഡത്തിൽ വിശദമാക്കുന്നു. രാമകഥയിൽ പ്രത്യേകം പരാമർശിക്കേണ്ട ഒരു വ്യക്തിയാകുന്നു ശ്രീ ഹനുമാൻ. ശ്രീരാമചന്ദ്രനെ കൗസല്യമാതാവ് ഗർഭം ധരിക്കും കാലത്ത് തന്നെ അഞ്ജനാദേവിയുടെ ഗർഭത്തിലും ശ്രീപരമേശ്വരൻ്റെ അംശാവതാരമാകുന്ന ഹനുമാനും പിറവികൊണ്ടിരുന്നു. അതുപ്രകാരം ശ്രീഹനുമാനും ശ്രീരാമചന്ദ്രനും ഒരേ പ്രായം തന്നെ ഉള്ളവരായിരുന്നു. വനവാസം കഴിഞ്ഞു അയോധ്യാപുരിയിലേക്ക് തിരിച്ചു വന്ന ശ്രീരാമചന്ദ്രൻ അയോധ്യയുടെ നടേശനായി വാഴ്ത്തപ്പെട്ടു. അദ്ദേഹം അയോധ്യാപുരിയുടെ അധിപനായി 1000 വർഷക്കാലം കഴിഞ്ഞു. ആ കാലത്ത് സീതാദേവി ഗർഭവതിയാവുകയും ശ്രീരാമചന്ദ്രനാൽ സീതാമാതാവിനെ ഉപേക്ഷിക്കുകയും ലവകുശന്മാർക്ക് സീതാമാതാവ് വാൽമീകി ആശ്രമത്തിൽ വെച്ച് ജന്മം നൽകുകയും ചെയ്തു. അങ്ങനെ ആദ്യമായി ആ കുട്ടികളെ പിതാവായ രാമചന്ദ്രൻ കണ്ടുമുട്ടിയപ്പോൾ ലവകുശന്മാർക്ക് 12 വയസ്സായിരുന്നു പ്രായം. അപ്പോഴുള്ള ശ്രീരാമചന്ദ്രൻ്റെ പ്രായം 5000 വയസ്സും ആയിരുന്നു. രാമായണത്തിലെ പ്രതിനായകനായിരുന്ന രാവണൻ 56 ദശലക്ഷം വർഷങ്ങൾ ലങ്ക ഭരിച്ചുവെന്ന് സ്കന്ദപുരാണത്തിൽ പ്രതിപാദിക്കുന്നു.